പറക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും കൂടെ ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എവൻഗേലിയോൻ മെൻ യോഹാനോൻ സ്ലീഹോ. അനന്തരം പ്രധാന ആചാര്യന്മാരുടെയും പരീശരുടെയും അടുത്ത് പടയാളികൾ ചെന്നപ്പോൾ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. പടയാളികൾ മറുപടിയായി, ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ? ന്യായപ്രമാണം അറിഞ്ഞുകൂടാത്ത ഈ ശപിക്കപ്പെട്ട ജനമല്ലാതെ പ്രധാനികളിലോ പരീശരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പരീശരിൽ ഒരുവനും നേരത്തെ യേശുതമ്പുരാൻ്റെ അടുക്കൽ വന്നവനുമായ നിക്കോദിമോസ് അവരോട്, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും ചെയ്തതെന്തെന്ന് അറിയാതെയും ന്യായം വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ അവനോട്, നീയും ഗലീലക്കാരനോ? ഗലീലയിൽ നിന്നൊരു പ്രവാചകൻ ഉണ്ടാകുകയില്ല എന്നത് നീ പരിശോധിച്ച് അറിയുക എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ വീണ്ടും ജനത്തോട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, പിന്നെയോ അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. പരീശന്മാർ അവനോട്, നിന്നെക്കുറിച്ച് നീ തന്നെ സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. എന്തെന്നാൽ ഞാൻ എവിടെ നിന്ന് വന്നെന്നും എവിടേക്കാണ് പോകുന്നതെന്നും എനിക്ക് അറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. എന്നാൽ ഞാൻ വിധിച്ചാലും എൻ്റെ വിധി സത്യമായിരിക്കും. എന്തെന്നാൽ ഞാൻ തനിച്ചല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടിയാണ് വിധിക്കുന്നത്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അവർ അവനോട്, എൻ്റെ പിതാവ് എവിടെയാകുന്നു എന്ന് ചോദിച്ചു. യേശുതമ്പുരാൻ അതിനുത്തരമായി, നിങ്ങൾ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിയുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ചാണ് ഈ വചനങ്ങൾ സംസാരിച്ചത്. അപ്പോഴും അവൻ്റെ സമയം ആയിട്ടില്ലാത്തതിനാൽ ആരും അവനെ പിടികൂടിയില്ല. ബറയ്ക്കുമോർ ഞങ്ങളുടെ കർത്താവായ യേശുമശിഹാ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യോഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോടു കരുണയുണ്ടാകണമേ. പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുത വചനമതാഗാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമകാരുണ്യത്താൽ മാർത്തിൻ വർഗത്തിൽ മുഴുവൻ ജീവനതും രക്ഷയുമേകാഗതനാം വിമലത ശ്രുതിയും ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയ അറിയാമീന്നും വേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ
നിജമൃതിയായി വക്രൻ മൃതിയെ മെതിച്ച് നിഹനിച്ചോനി അപരിപാവന തൃത്വൈക സുബിലാവോടൊപ്പം ജീവനെഴും ഋക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. പെസഹായാൽ പെസഹാടിനെ നീ കിയമശിഹാമോദി പിച്ചരുളുക കൃപനിൻ പെസഹായാൽ പെസഹാടിനെ നീ കിയമശിഹാമോദി പിച്ചരുളുക കൃപനിൻ പെസഹായാൽ പെസഹാടിനെ നീ കിയമശിഹാമോദി പിച്ചരുളുക കൃപനിൻ പെസഹായ കുറിയേലായിസോൻ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോൽ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേല്യോ കൈക്കൊള്ളുവോർക്കൊക്കെഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാർ നടപ്പുര പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ. സ്ലീഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തല കീഴായി വീണ്ടും നടുവേ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറച്ച് പോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്ത് നിന്ന് അവരുടെ ഭാഷയിൽ രക്തനിലമെന്ന അർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ബാറയ്ക്കുമോ. ധന്യൻ ചൊൽകട്ടെ ഇദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരാ വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം കൈക്കൊണ്ട് അവസാനിപ്പിപ്പോ. From St. Paul's first letter to the Corinthians, Ahai Barkimor. സ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ.
Now, it is actually being said that there is terrible sexual immorality among you, so terrible that not even the heathen would be guilty of it. I am told that a man is sleeping with his stepmother. How then can you be proud? On the contrary, you should be filled with sadness, and the man who has done such a thing should be expelled from your fellowship. And even though I am far away from you in body, still I am there with you in spirit, and as though I was there with you. And in the name of our Lord Jesus has already passed judgment on the man who has done this terrible thing. As you meet together, I meet with you in my spirit, by the power of our Lord Jesus present with us. If you are to hand this man over to Satan for his body to be destroyed, so that his spirit may be saved in the day of the Lord. It is not right for you to be proud. You know the saying, a little bit of yeast makes the whole batch of dough rise. You must remove the old yeast of sin, so that you will be entirely pure. Then you will be like the new batch of dough without any yeast, as indeed I know you actually are. For our Passover festival is ready, now that the Christ our Passover lamb has been sacrificed. Let us celebrate our Passover then, not with bread having the old yeast of sin and wickedness, but with the bread that with no yeast and the bread of purity and truth. Ahai, Barakimor. സ്തുതി ബലികളാണ് ചേരിടുവീ പ്രാകാരി നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെയ്യെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് വിശ്വസിയാടെ വിശുദ്ധേവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവോചങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion kadisho men luko sabrono സമയമായപ്പോൾ യേശു ഭക്ഷണത്തിനിരുന്നു. ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. യേശു ഇപ്രകാരം ഒരളി ചെയ്തു, ഞാൻ പീഡ സഹിക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിക്കുവാൻ അത്യധികം ആഗ്രഹിച്ചു. എന്തെന്നാൽ ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകും വരെ ഇനി ഞാനിത് ഭക്ഷിക്കില്ലെന്ന് നിങ്ങളോട് പറയുന്നു. അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത ശേഷം പറഞ്ഞു, നിങ്ങൾ ഇത് വാങ്ങി അന്യോന്യം പങ്കിടുവീൻ. ദൈവരാജ്യം വരുന്നതുവരെ ഞാൻ മുന്തിരിച്ചാറ് കുടിക്കുകയില്ലെന്ന് നിങ്ങളോട് പറയുന്നു. പിന്നീട് അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് ഇപ്രകാരം യേശുദമ്പുരാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം അനുഷ്ഠിക്കുവീൻ. അപ്രകാരം തന്നെ താഴി കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ ഉടമ്പടിയാകുന്നു. എങ്കിലും ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ മേശമേലുണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്നു. എങ്കിലും അവനെ ഒറ്റിക്കൊടുക്കുന്ന മനുഷ്യന് ഹാ കഷ്ടം. തങ്ങൾ ആരായിരിക്കും എന്ത് ചെയ്യുകയെന്ന് അവർ പരസ്പരം ചോദിക്കുവാൻ തുടങ്ങി. തങ്ങൾ വലിയവൻ ആരെന്ന് അവരുടെ ഇടയിലൊരു തർക്കമുണ്ടായി. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു, വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ കർത്തൃത്വം നടത്തുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കിടുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങളുടെ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും തലവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷകനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാകുന്നു. നിങ്ങളാണ് എൻ്റെ പരീക്ഷകൾ എന്നോടുകൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷിക്കുകയും കുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുകയും ചെയ്യും. ബാറക്കുമോർ
ലമറിയോ സഗുത്തോ കുറിയേലായിസോ. സ്നേഹിത ശിഷ്യ സമന്നിധനായി നീശോ ആഘോഷിച്ചാൽ മാളികയിൽ പെസഹായിൻ പെരുന്നാൾ ഞങ്ങളുടെ വടിവിൽ നരരൂപം പൂണ്ട വചനാത്മകനാം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാരും സാമോദം പാടി നമ്മെ രക്ഷിപ്പാൻ പെസഹ ബലിയായി തീർന്ന ഹല്ലേലൂയ. നാദം സംസ്തുത്യൻ. സ്തോമൻ കാലോസ്. ബറയ്ക്കുമോർ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരേറ്റുവാനിടയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മഹാപ്രധാനാചാരനായ ഞങ്ങളുടെ കർത്താവേ, നീ കൂദാശകളെ ശുദ്ധീകരിക്കുന്നവനും കാഴ്ചകളെ കൈക്കൊള്ളുന്നവനുമാകുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ ഒരിക്കലായി പ്രാണാർപ്പണം ചെയ്ത് നിന്റെ രക്തം മൂലം ഞങ്ങളുടെ തെറ്റുകളെ മായ്ച്ചു കളഞ്ഞു. നിന്റെ യാഗം മൂലം ഭൂതലത്തിന് പാപപരിഹാരം നൽകുകയും ചെയ്തു. ദൈവികമായ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലഹുൻ യൗമോസുദുഹായ ഇൻലവൽ മീൻ. ബർഖുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിനു മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ആചാരണ്ടേകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ബറയ്ക്കുമോർ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ നാഥ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങൾ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ.
നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുല സുബാൻ ലവൽ മീൻ. ഞങ്ങളുടെ ദൈവമായ മശിഹാതമ്പുരാനെ, നീ പ്രകൃത്യാ ഉത്തമനും വിശുദ്ധന്മാർക്ക് കൃപയോടെ പരിശുദ്ധത നൽകുന്നവനുമാകുന്നു. രഹസ്യപൂർണമായ മാളികയിൽ വെച്ച് പാപപരിഹാരം നൽകുന്ന നിന്റെ ശരീരം നിന്റെ ശിഷ്യന്മാർക്ക് നീ നൽകി. സകല വിശ്വാസികൾക്കും പാപപരിഹാരപ്രദമായ നിന്റെ രക്തം നീ പകർന്നു കൊടുത്തു. എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീരെന്ന് നീ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു. കർത്താവേ, യോഗ്യനായ എന്നെ പരിശുദ്ധാത്മാവിനാൽ പൗരോഹിത്യ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി നിന്റെ മഹാകരുണയാൽ നീ വിളിച്ചു ചേർത്തിരിക്കുന്നുവല്ലോ. ആകയാൽ ദൈവികവും ആത്മീകവുമായ ബലിയിൽ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ആനന്ദഭരിതരായ പ്രകാരം പറയുന്നു: ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളുടെ കളങ്കങ്ങൾ വെടിപ്പാക്കുകയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ദൈവിക ബലി ഇതാകുന്നു. പൂർണ്ണന്മാർ തന്മൂലം സ്വർഗത്തിലേക്ക് ഉയരുന്ന ദൈവിക ബലി ഇതാകുന്നു. ലോകത്തിന്റെ ജീവന് വേണ്ടി രക്തം കൂടാതെ അർപ്പിക്കപ്പെടുന്ന ദൈവിക ബലി ഇതാകുന്നു. ഹാബേൽ തന്റെ സ്വീകാര്യോഗ്യമായ ബലി മൂലം ഏതൊരു നിഷ്കളങ്ക ബലിയെ സൂചിപ്പിച്ചുവോ ആ ദൈവികമായ ബലി ഇതാകുന്നു. വിശ്വാസികളും രക്ഷിതരുമായ ഞങ്ങൾക്ക് സ്വർഗീയ വാഗ്ദാനങ്ങളുടെ സങ്കേതസ്ഥാനം നിർദ്ദേശിച്ചു തന്ന ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും രക്ഷയുടെ ആനന്ദം പ്രദാനം ചെയ്ത ദൈവിക ബലി ഇതാകുന്നു. പാപികളുടെ കുറ്റങ്ങളും പാപങ്ങളും തന്മൂലം ക്ഷമിക്കപ്പെടുന്ന ദൈവിക ബലി ഇതാകുന്നു. കർത്താവ് നല്ലവനാകുന്നുവെന്ന് രുചിച്ചറിവാൻ അറിവീനെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യാത്മ ദീർഘദർശിയായ ദാവീദ് സൂചിപ്പിച്ച ദൈവിക ബലി ഇതാകുന്നു. മഹാപുരോഹിതനായ യൂസോദോക്കിന്റെ പുത്രൻ യോശുവ ദീർഘദർശി ഏതൊന്നിനാൽ തന്റെ മാലിന്യ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞുവോ ആ ദൈവിക ബലി ഇതാകുന്നു. യേശയ്യാ ദീർഘദർശിക്ക് ഒരു നിക്ഷേപമായ അഗ്നിക്കൊടലുകൊണ്ട് നൽകപ്പെട്ട ദൈവിക ബലി ഇതാകുന്നു. മഹാപ്രധാനാചാര്യനായ മൽക്കിസദേക്ക് അർപ്പിച്ച അപ്പവും വീഞ്ഞും മൂലം ഏതൊരു നിർമ്മല ബലിയെ സൂചിപ്പിച്ചുവോ ആ ദൈവികമായ ബലി ഇതാകുന്നു. സന്ധ്യാസമയത്ത് അറുക്കപ്പെട്ട കുഞ്ഞാട് മൂലം കർത്താവിന്റെ ദീർഘദർശി ഏതൊന്നിന്റെ ദൃഷ്ടാന്തം കാണിച്ചു തന്നുവോ ആ ദൈവിക ബലി ഇതാകുന്നു. സകല നീതിമാന്മാരും പുണ്യവാന്മാരും പ്രത്യക്ഷമായി കാണുവാൻ കാംക്ഷിച്ചിട്ടും കഴിയാതിരുന്ന ദൈവിക ബലി ഇതാകുന്നു. വീണ്ടും ജനനം പ്രാപിച്ച വിജാതിയരുടെ കടങ്ങൾ യാതൊന്നിനാൽ പരിഹരിക്കപ്പെടുകയും കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്നുവോ ആ ദൈവിക ബലി ഇതാകുന്നു. പരിശുദ്ധമായ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്ന ദൈവിക ബലി ഇതാകുന്നു. ദീർഘദർശിമാരിൽ തലവനായ മോശ മേശമേൽ സൂക്ഷിച്ചു പോന്നിരുന്ന കാഴ്ചയപ്പം മൂലം സൂചിപ്പിച്ചതായ ദൈവിക ബലി ഇതാകുന്നു. അഗ്നിമയന്മാരും ആത്മീയരുമായ ക്രോബേന്മാരും ശ്രോപ്പേന്മാരും ഏതൊന്നിന്റെ മുമ്പാകെ വിറച്ചുകൊണ്ട് നിൽക്കുന്നുവോ ആ ദൈവിക ബലി ഇതാകുന്നു. പിതാവിനോടും ഏകപുത്രനോടും ഒന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹ ആവസിച്ച് ഏതൊന്നിനെ ശുദ്ധീകരിക്കുന്നുവോ ആ ദൈവിക ബലി ഇതാകുന്നു. അനാദ്യന്തമായ പിതാവ് പൂർത്തിയാക്കുകയും വാത്സല്യപുത്രൻ അനുഷ്ഠിക്കുകയും പരിശുദ്ധ റൂഹ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ദൈവിക ബലി ഇതാകുന്നു. ദൈവിക തൃത്വത്തിന്റെ മധ്യവർത്തിയാകുവാൻ ആയവൻ തന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങൾ മൂലം നിർവഹിച്ചതായ ആ ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളും വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോവരും
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശ്രേഷ്ഠമായ മഹത്വത്തിനും സമൃദ്ധിയായ നൽവരങ്ങൾക്കും അർഹരായി തീരണമേ. ബലഹീനരും പാപികളുമായ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ ധൂപത്തോടുകൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നു. ഹോശോ വബകൂല സുബാൻ ലവൽ മീൻ. കർത്താവിന്റെ സൂക്ഷിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ബറയ്ക്കുമോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. മിശിഹോ ദബു പെസഹോ ശറോയിലേ മാറു പെസഹബു പെസഹോ ആബു സഹലാൻ വസറാ ഹാമേലാൻ ശിഹോ ദബു പെസഹോ ശറോയിലേ മാറു പെസഹബു പെസഹോ ആബു സഹലാൻ വസറാ ഹാമേലാൻ ശിഹോ ദബു പെസഹോ ശറോയിലേ മാറു പെസഹബു പെസഹോ ആബു സഹലാൻ വസറാ ഹാമേലാൻ ലോകുമോറു തെശുബുഹത്തോ ലഹബോ Ikoro valero Hodokudisho seguto Rumaromo vala hato irahami vahanono nesva sahul tarai uri silendalail nelo slavo sanandi Damshiho Shubaho Lukumoran subaho Lukumoran subaho Luku sabaraya bolam Barikumo ബറുക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സകല ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവുമേ പിതാവിന്റെ അംശനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവോത്മാത്മാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായ ദേവമാതാവായ വിശുദ്ധനിൽ നിന്ന് ശരീരത്തിൽ നിന്ന് മനുഷ്യനായി പുണ്യോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെട്ട് കഷ്ടങ്ങൾ ധരിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധമായും കാതോലികവും സ്ലൈംഗികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ. ഒരിക്കൽ മാത്രമാണ് ഞങ്ങളെ പുറമെ മരിച്ചുപോയ വേർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതുതാ. ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. Barkumor staumen kalos. ബാറയ്ക്കുമോ രഹസ്യപൂർണമായ താഴ സമയത്ത് സൂചനാപരമായിരുന്ന പുരാതന ശുശ്രൂഷയെ പര്യവസാനിപ്പിച്ച് നിന്റെ കൃപയുടെ പുതിയ ഉദാശം ഞങ്ങളെ ഫലമേൽപ്പിച്ചവനായ മിശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധവും കൂദാശപരവുമായ നിന്റെ അത്താഴത്തിൽ ഞങ്ങളെ നിന്നോടുകൂടെ സംബന്ധമുള്ളവരും പങ്കാളികളുമാക്കി തീർക്കണമേ. നിർമ്മലമായും ശിക്ഷർക്കർഹരായും തീരാതെ അതിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ. സകല പാപാന്തകാരത്തിൽ നിന്നും തന്മൂലം ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ട് ഇവിടെ വെച്ചും അനശ്വരമായ ഭാവജീവിതത്തിൽ വെച്ചും രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഞങ്ങൾ അങ്ങേ പ്രീതിപ്പെടുത്തുമാറാക്കണമേ. നിന്റെ രാജ്യത്തിലെ സൗഭാഗ്യങ്ങളാൽ നിന്റെ സ്വർഗീയ മണവറയിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ കൃപയെ പ്രതി നിനക്കും നിന്റെ പിതാവിനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവദായകനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കൃതജ്ഞതയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഹോശോ വബകുല സുബ്ഹാൻ ലവൽ മീൻ. ബാർക്കുമോർ കരുണയുള്ളർത്താനും നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ,
തിരുമുമ്പാകെ തലമുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവദായകനുമായ നിന്റെ റൂഹായോടുകൂടെയും നിനക്കിപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോശോ വബകുല സുബാൻ ലവൽ മീൻ. വഴിതെറ്റിപ്പോയ ആടിനെ തിരിച്ചു കൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യ സ്നേഹത്താൽ സുപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാൻ ദൈവമേ, രക്താർപ്പിതമല്ലാത്ത ബലിയ അനുഷ്ഠാനത്തെ നിരസിക്കരുതേ. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ കൂദാശ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവദായകനുമായ നിന്റെ റൂഹായോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമുള്ള ഞങ്ങളുടെ കൃതജ്ഞതയ്ക്കുമായി തീരുമാറാകണമേ. ഹോശോ വബകുല സുബാൻ ലവൽ മീൻ. ബർഖുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാരങ്ങളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. ശോവേ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും റീശനുവോസേന്മാരും ശുൽത്തോനന്മാരും മൗത്തുബേന്മാരും മോറാവോസേന്മാരും ഹൈലേന്മാരും അനേകം കണ്ണുകളുള്ള ക്രൂബേന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നു ചെന്ന് കാദീശു പാടുന്നവരായ ആറാറ് ചിറകുള്ള ശ്രോപ്പേന്മാരുമായ ശരീരങ്ങളും അശരീരികളുമായ സ്വർഗസേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. വം കാദിശിൻ കോഹേ നോമറീൻ. തന്റെ കൃപയാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാരക്കുമോ. പറേ
വക്സോ മുറിച്ച് തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിയവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്നരുൾ ചെയ്തു. വൽഹായേ ദൽവോലം വൽമീൻ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകി അവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്നരുൾ ചെയ്തു. വൽഹായേ ദൽവോലം വൽമീൻ. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊള്ളുവീനെന്ന് നമ്മുടെ കർത്താവിനോട് കൽപ്പിച്ചു. ദാമോദോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെ നിന്റെ രണ്ടാമത്തെ ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള പുനരുത്ഥാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ വിനയം വിധിച്ച് ഓരോരോ അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായ പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്താർപ്പിതമല്ലാത്ത ബലിയെ ഞങ്ങൾ നിനക്കണയ്ക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസരണമായി ഞങ്ങളോട് നീ പ്രതിപകരം ചെയ്യരുതേ. എന്നാലോ നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായ ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലബോ കദമറോ. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാറുക്കുമോർ. എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാവുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാന മേൽ പ്രതിയാവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരും കൂടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ.
കർത്താവേ, എന്നോടുത്തരമരുളി. നല്ലവനേ, ദൈവതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവസിച്ച ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവസിച്ച ഈ കാസായ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, തിരുശരക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മശരീരദേഹികളെ വിശുദ്ധീകരിക്കണമേ. ഇവയാൽ സൽപ്രവൃത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും പാതാളവാതിലുകൾക്ക് ആക്രമിക്കുവാൻ സാധിക്കാത്തതുമായ സഭയുടെ ഉറപ്പിനായി തീരണമേ. അവസാനം വരെ വേദവിരുദ്ധങ്ങളാകുന്ന വിരുദ്ധതകളിൽ നിന്ന് സഭയെ നിരീക്ഷിക്കണമേ. നിന്റെ സഭ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവദായകനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബകുല സുബാൻ ലവൽ മീൻ. ബാറയ്ക്കുമോർ ഇന്ന് ഈ ആഴ്ചക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകേസന്മാരായ ആബൂന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബൂന്മാർ ദിയസ്കോറോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്കും വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായി ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ദുഷ്ട മനുഷ്യരുടെ എല്ലാ എതിർപ്പുകളിൽ നിന്നും പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങൾ വന്നു ചേരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവദായകനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബാൻ ലവൽ മീൻ. ആമീൻ. ബാർക്കിമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, പലവിധമായ കഠിന പരീക്ഷയിലാക്കപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാളുകളെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരവും ബലഹീനരുമായ ഞങ്ങളുടെ മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് അവർ സുഖം വളർത്തിവരാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതെ വിട്ടുപോയവരെ നീ ഓർക്കണമേ. നിന്റെ സ്വർഗീയ നിവാസങ്ങൾ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം അവർക്ക് പ്രതിഫലമായി നൽകണമേ. നിന്റെ സഹായത്തിന് അവരെ യോഗ്യരാക്കണമേ. നിന്റെ ശക്തിയാൽ അവരെ ബലപ്പെടുത്തുകയും നിന്റെ ബലത്താൽ അവരെ ആയുധമണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവദായകനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബാൻ ലവൽ മീൻ. ആമീൻ.
സത്യവിശ്വാസത്തിൽ നിലനിർത്തിപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാന വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഖമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവെ, അങ്ങയിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നീ രക്ഷിതാവും സഹായം ജയം നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവദായകനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലൗൽ മീൻ. ആമീൻ. ബാർക്കിമോർ ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്ന് ഭയങ്കര യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ കൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സാധ്യന്മാരെയും ആദ്യാനന്മാരെയും ഭാഗ്യവാൻ തന്റെ യജമാന്റെ മുന്നോട്ട് കാരണമായ മാർ യുഹാനും മംദാനായും ക്ഷമാശന്മാരുടെ പ്രധാനിയും സാധനന്മാർ മുമ്പിനുമായ പരിശുദ്ധനും മഹത്തുള്ളവനുമായ മാർ ഷെഫാനോസിനെയും സ്ലീഹമായ തലവന്മാരായ എഴുതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമസ് സ്ലീഹായെയും ശേഷം ശുദ്ധിമാന്മാർ ശുദ്ധിമതികളിൽ പോകുന്നപ്പോൾ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധ്യ കാര്യങ്ങൾക്ക് കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയമായ ബലിയിൽ ഞങ്ങളോടുകൂടി അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവർക്ക് സംരക്ഷണവും അരിഷ്ടരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും നൽകണമേ. ആയത് നിന്റെയും നിന്റെ ഏകജാതന്റെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവദായകനുമായ നിന്റെ റൂഹായുടെയും കൃപയാലും കരുണയാലും സാധിക്കുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലൗൽ മീൻ. ആമീൻ. ബാർക്ക്മോർ സ്ലൈവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ലഭിച്ചു വന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിത്യ പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായാലും കുസ്തീനോപോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 അപൊസ്തലന്മാരെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദെവന്യാസ്യോസും അഥാനാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ബീലക്സീനോസും അന്തീമോസും യവാനീസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരമായ പ്രസിദ്ധനുമായ മാർക്കോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശ്വസഭ മുഴുവൻ്റെ വിവേകമുള്ള വായും തൂണും അൽഫാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീസ് മാർ സേവറിയോസും സത്യവിശ്വാസ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവമാർ യാക്കോബ് പ്രധാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസ്ഹാഖും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവന്മായ മാർ ബർസവുമായും മാർ ശമോൻ ദസ്നെയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസ്യോസും ആയ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു വന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവ് വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പാകെയും
നിന്റെ വന്യനാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെ ഉപദേശത്തെ ഞങ്ങളെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിരുദ്ധങ്ങളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവദായകനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽ മീൻ. ആമീൻ. ബാറയ്ക്കുമോർ അരൂപികളുടെയും സകല ജഡങ്ങളുടെയും ഇടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുപോകാനായ നമ്മുടെ ദൈവമായ മെശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ നട്ടഹസിച്ച് പറയണം. സകല ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങളെ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നതിയിൽ കുറ്റം തീർന്നവർ മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾക്ക് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടുകൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ വരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായും സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവദായകനുമായ നിന്റെ റൂഹായോടും കൂടെ സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലവൽ മീൻ. തലമുറകളായ സർവ്വതലമുറകളെയും ലോകാലോകങ്ങളും സ്തുതിക്കുകയും ചെയ്യുന്നു. ആമീൻ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മശിഹാ തമ്പുരാന്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭീഷണദേശത്താശ്രയമാം കർത്തൃശരീരം പ്രാപിക്കാം. സ്വർഗാഗതമാം രക്ഷണ്യ കാസായും പാനം ചെയ്യാം. ഗാത്രത്തിന്മീതെ തീയും കാസാമേൽ ജ്വാലയുമുണ്ട്. പട്ടക്കാരൻ തന്മധ്യേ മോച
മോചനകർമ്മം ചെയ്യുന്നു. മധ്യർക്കും ദൈവത്തിനും മധ്യസ്ഥൻ പട്ടക്കാരൻ ശാപം വൈദികനേകുന്നു രാപ്പകലർഹിക്കും ശാപം. സൂര്യൻ ചന്ദ്രൻ താരങ്ങൾ പർദേശാതൻ വൃക്ഷങ്ങൾ ആ ദുഷ്ടനു കഷ്ടം ചൊല്ലി ശാശ്വത ശാപം നൽകിയിടും. ഭീഷണദേശത്താശ്രയമാ കർത്തൃശരീരം പ്രാപിക്കാം സ്വർഗാഗതമാം രക്ഷണ്യ കാസായും പാനം ചെയ്യാം. ഗാത്രം ഭാഗിക്കും നേരം തന്നെത്താനെ ശോധിപ്പിൻ സ്നേഹിതനിൽ കോപം പൂണ്ടോ ഗാത്രം കൈക്കൊണ്ടിടല്ല. ഗാത്രത്തിന്മീതെ തീയും കാസാമേൽ ജ്വാലയുമുണ്ട് പട്ടക്കാരൻ തന്മധ്യേ മോചനകർമ്മം ചെയ്യുന്നു. മർത്യർക്കും ദൈവത്തിനും മധ്യസ്ഥൻ പട്ടക്കാരൻ ശാപം വൈദികനേകുന്നു രാപ്പകലർഹിക്കും ശാപം. സൂര്യൻ ചന്ദ്രൻ താരങ്ങൾ പർദേശാതൻ വൃക്ഷങ്ങൾ ആ ദുഷ്ടന് കഷ്ടം ചൊല്ലി ശാശ്വത ശാപം നൽകിയിടും. ഭീഷണദേശത്താശ്രയമാ കർത്തൃശരീരം പ്രാപിക്കാം സ്വർഗാഗതമാം രക്ഷണ്യ കാസായും പാനം ചെയ്യാം. ഗാത്രം ഭാഗിക്കും നേരം തന്നെത്താനെ ശോധിപ്പിൻ സ്നേഹിതനിൽ കോപം പൂണ്ടോ ഗാത്രം കൈക്കൊണ്ടിടല്ല. ഗാത്രത്തിന്മീതെ തീയും കാസാമേൽ ജ്വാലയുമുണ്ട് പട്ടക്കാരൻ തന്മധ്യേ മോചനകർമ്മം ചെയ്യുന്നു. മധ്യർക്കും ദൈവത്തിനും മധ്യസ്ഥൻ പട്ടക്കാരൻ ശാപം വൈദികനേകുന്നു രാപ്പകലർഹിക്കും ശാപം. സൂര്യൻ ചന്ദ്രൻ താരങ്ങൾ പർദേശാതൻ വൃക്ഷങ്ങൾ ആ ദുഷ്ടനു കഷ്ടം ചൊല്ലി ശാശ്വത ശാപം നൽകിയിടും. ഭീഷണദേശത്താശ്രയമാ കർത്തൃശരീരം പ്രാപിക്കാം സ്വർഗാഗതമാം രക്ഷണ്യ കാസായും പാനം ചെയ്യാം. ഗാത്രം ഭാഗിക്കും നേരം തന്നെത്താനെ ശോധിപ്പി സ്നേഹിതനിൽ കോപം പൂണ്ടോ ഗാത്രം കൈക്കൊണ്ടിടല്ല. ബർക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബറയ്ക്കുമോർ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവാം ദൈവമേ, ക്രൂപേന്മാർ നിന്നെ സ്തുതിക്കുകയും ശ്രോപേന്മാർ നിനക്ക് ഗാദീശ് പാടുകയും ചെയ്യുന്നു. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ 1000 10,000 അങ്ങയെ പുകഴ്ത്തുന്നു. പരിമളവാസനായി നിനക്ക് സമർപ്പിക്കുന്ന കാഴ്ചകളെയും ഫലങ്ങളെ നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടി സ്വർഗസ്ഥനായ പിതാവാൻ ദൈവമേ എന്ന് അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. ബറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ.
പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. പരീക്ഷകൾ ഒഴിവാക്കി ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ധ്യനും ജീവദായകനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലവുൽ മീൻ. ബർഖുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ദാസർ സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുമ്പാകെ തലകുനിച്ച് നിൽക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങൾ എല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ രക്ഷിതാവായ മശിഹാ തമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ധ്യനും ജീവദായകനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലവുൽ മീൻ. തഹവേ പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും ഏകസാരാംശവുമായ തൃത്വത്തിൻ്റെ കരുണയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറിക്കുമോർ ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കുദിശേ പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ശുഭഹോ പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ അമൂല്യങ്ങളായ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീ വരോപ്പം ദൈവസുതൻ ആശ്വാസമവകീടും മുറിയോറാഹേ പെസഹായാൽ പെസഹാടിനെ നീ കിയമസിഹാ മോവേ പേസരുളുക കൃപമേ പെസഹായാൽ
പെസഹ യാൽ പെസഹാടിനെ നീ കിയ മശിഹ മോദി പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹ യാൽ പെസഹാടിനെ നീ കിയ മശിഹ മോദി പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ നാഥാദേ സ്തുതിയും മാനം താതേനും മഹിമ വന്ദനകൾ ശുദ്ധ മാവിനും മുണ്ടാ ഉൾകൃപ പാപികളാ ഞങ്ങളിലും മേലുൾ ഓരിശിലേം വാതിൽ കുള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥനമശിഹാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാരക്കുമോ യാൽ പെസഹാടിനെ നീ കിയ മശിഹ മോദി പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹ യാൽ പെസഹാടിനെ നീ കിയ മശിഹ മോദി പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹ യാൽ പെസഹാടിനെ നീ കിയ മശിഹ മോദി പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ നാഥ തേ സ്തുതിയും മാനം താതേനും മഹിമ വന്ദനകൾ ശുദ്ധ മാവിനും ഉണ്ടാ ഉൾകൃപ പാപികളാ ഞങ്ങളിലും മേലുൾ ഓരിശിലേം വാതിൽ ഉള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥനമശിഹാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാരക്കുമോ മട്ടസിച്ചു പറയണം പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുനരുദ്ധാനത്തിനും നവീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ
കർത്താവേ, കാണപ്പെടുവാൻ പാടില്ലാത്തതിൻ്റെ വലത്തിരു കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവിടുത്തെ തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ തിരിശരക്തങ്ങൾ കൈക്കൊള്ളുവാൻ നോക്കിപ്പാർക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലകതയും നീട്ടി ആശീർവദിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹാ തമ്പുരാന്റെ കരുണയും അനുഗ്രഹങ്ങളും ഈ പരിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിക്കുന്നവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സിംഹാസനമണയണമീ പ്രാർത്ഥനമസിഹാ സ്തോത്രം. കർത്താവേ സ്തോത്രം. കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം. ബാരയ്ക്കുമോ ഞങ്ങളുടെ കർത്താവ് നീക്കി ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളോടു കരുണ ചെയ്യണമേ. സിംഹാസനമണയണമീ പ്രാർത്ഥനമസിഹാ സ്തോത്രം. കർത്താവേ സ്തോത്രം. കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം. കർത്താവേ, നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹമാക്കി തീർത്ത നിന്റെ മഹാകരുണ നിമിത്തം ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുതേ. പിന്നെയോ നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തിന് ഞങ്ങൾ അർഹരായി തീരുമാറാകണമേ. ആദ്യം മുതലുള്ള സകല പുണ്യാത്മാക്കളോടും കൂടെ ഓഹരി അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവദായകനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലൗൽമീൻ. ബാർക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന വലിയവൻ വിസ്മരണീയനുമായ ദൈവമേ, ദയതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനായ പിതാവാൻ ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവദായകനുമായ നിന്റെ റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലവൽമീൻ. മിസ്രൈ നാട്ടിൽ മോശയറുത്തൊരു പെസഹാമൂലം മരണമോടടിമഴൊഴിഞ്ഞൊരിസറായേൽ മോചിതരായി തലമുറ തോറും പെസഹ കർമ്മം തുടരെ പോന്നു കൊണ്ടാടി ജനം പെസഹ പെരുന്നാൾ അജഭോജ്യത്താൽ.
അജഭോജനമാം പൂർവിക പെസഹാം മാറി പുതുതായി അപ്പം വീഞ്ഞായി പെസഹ ചെയ്യുവാനരുളിയ മശിഹ നൽകുക യോഗ്യത നിന്മയി നിണവും കൈക്കൊണ്ടിടാൻ യൂദായെ പോൽ ശിക്ഷാർഹന്മാരാകരുതങ്ങൾ. അപ്പത്തെ തൃക്കൈകളിലേന്തി വാഴ്ത്തി ഭാഗിച്ചിഷ്ടർക്കേ കൽപ്പിച്ച നൽജീവൻ നൽകും മമഗാത്രം ഭക്ഷിപ്പിൻ നിങ്ങൾ. കാസായും സ്തോത്രം ചെയ്ദേവം ചൊന്നാൽ എല്ലാ ലോകർക്കും പാപം പോക്കിടാൻ ഞാൻ ചിന്തേ ഉള്ളോരീ രക്തം വാങ്ങിപ്പാനം ചെയ്വിൻ നിങ്ങൾ. സെലോൻ ബസ്ലോമാഹീൻ ഹബീബായിൻ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പുണ്യപ്പെടുത്തുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിൻ്റെ കരുണകൾക്കും കൃപകൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവീൻ. ദൂരസ്ഥന്മാരും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവനുള്ളവരും കർത്താവിൻ്റെ വിജയസ്ലീബായിൽ രക്ഷ പ്രാപിച്ചവരും പരിശുദ്ധ മാമോദിസ വിസ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണ കൈക്കൊണ്ട് സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തിയുള്ളവരായി സമാധാനത്താലേ പോകുവീൻ. എന്നാളും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. ആമീൻ. കർത്താവിന്റെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പെസഹായാൽ പെസഹ ദിനെ നീ മശിഹ മോദി പിച്ചരുളുക കൃപനിൻ പെസഹായാൽ പെസഹായാൽ പെസഹ ദിനെ നീ മശിഹ മോദി പിച്ചരുളുക കൃപനിൻ പെസഹായാൽ പെസഹായാൽ പെസഹ ദിനെ നീ മശിഹ മോദി പിച്ചരുളുക കൃപനിൻ പെസഹായാൽ നാഥാ സ്തുതിയും മാനം താതനും മഹിമ വന്ദനകൾ ശുദ്ധ മാവീനും ഉണ്ടാ ഉൾകൃപ പാപികളാ ഞങ്ങളിലും മേലുൾ ഊരിശിരേം വാതിൽ ഉള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥനമശിഹ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം പാറയ്ക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ.
ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സ്നേഹിതനായ ലിജു സാമുവേൽ അച്ഛൻ, പ്രിയപ്പെട്ട ശുശ്രൂഷകരുടെ സംഘം, ഈ അതിപവിത്രമായ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ വിശ്വാസികളുമേ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മഹത്തായ ഒരു പെരുന്നാളിൽ നാം സംബന്ധിക്കുകയാണ്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഹോളി കുർബാന എല്ലാ കുർബാനകളുടെയും എല്ലാ കൂദാശകളുടെയും മകുടമായ വിശുദ്ധ കുർബാന സിഹ്യോൻ മാളികയിൽ ക്രിസ്തു സ്ഥാപിച്ച ദിവസത്തിൻ്റെ വലിയ അനുഷ്ഠാനമാണ് ഇന്ന് നാം ഇവിടെ കൊണ്ടാടുന്നത്. നമ്മൾ ഇന്ന് അനേക തവണ പാടി, പെസഹായാൽ പെസഹാടിനെ നീക്കിയ മശിഹ മോദിപ്പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ. ലോർഡ് ഹുഡ് റിഡീം the Paschal lamb from the sacrifice, bestow your happiness and grace upon us through your Passover. Lord, who redeemed the Paschal lamb from sacrifice, bestow your happiness and grace upon us through your Passover. നിന്റെ പെസഹായാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതൊരു വലിയ വ്യത്യാസം, മാറ്റം ഉണ്ടായ ദിവസമാണെന്ന് സഭാപിതാക്കന്മാർ പ്രത്യേകിച്ച് ഇന്ന് വായിച്ച സന്ധ്യാനമസ്കാരത്തിനൊക്കെ വായിച്ച സദറ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. പഴയ പെസഹായിൽ നിന്നും ഒരു പുതിയ പെസഹായുടെ ആചരണം ഇന്ന് ആരംഭിക്കുകയുണ്ടായി. പഴയ പെസഹായിൽ കുഞ്ഞാട് ഒരു പ്രധാന ഘടകമായിരുന്നുവെങ്കിൽ, കുഞ്ഞാടിൻ്റെ ബലി ഒരു പ്രധാന ഘടകമായിരുന്നുവെങ്കിൽ, പുതിയ പെസഹായിൽ യേശു ക്രിസ്തുവാണ് കുഞ്ഞാടായി മാറിയത്. പഴയ പെസഹായിൽ ഒരു മരണം അനിവാര്യമായിരുന്നു എങ്കിൽ, പുതിയ പെസഹായിൽ ഫ്രം ഡെത്ത് ടു എറ്റേണൽ ലൈഫ്, നിത്യജീവൻ്റെ ഒരു വലിയ കൂദാശയിലേക്ക് ഇന്ന് നാം മാറുകയാണ്. പഴയ പെസഹായിൽ ശുശ്രൂഷക്കാരുടെ വേഷമായിരുന്നു നമ്മുടേതെങ്കിൽ, ഇന്ന് നാം സ്നേഹിതന്മാരുടെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പഴയ പെസഹായിൽ രക്തം കൊണ്ടാണ് ബലി അർപ്പിച്ചതെങ്കിൽ, ഇന്ന് ആ രക്തവും മാംസത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് അപ്പം കൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ നാം ഫോളോ ചെയ്യുന്ന ട്രഡീഷൻ എന്ന് പറയുന്നത് ജോഹനൈൻ ട്രഡീഷനാണ്. വിശുദ്ധ യോഹന്നാൻ്റെ പാരമ്പര്യമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. യോഹന്നാൻ്റെ പാരമ്പര്യം അനുസരിച്ച് യഹൂദന്മാരുടെ പെസഹ ദിവസമല്ല ക്രിസ്തു പെസഹ ഭക്ഷിച്ചത്, മറിച്ച് അതിന് ഒരു ദിവസം മുമ്പാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, പെസഹ പെരുന്നാളിൽ താൻ ഈ ഭൂമി വിട്ട് പിതാവാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുമെന്നറിഞ്ഞിട്ട് തനിക്കുള്ളവരെയൊക്കെ വിളിച്ച് അവരോട് ചേർന്ന് ഒരത്താഴം കഴിച്ചുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു പെസഹ ഭക്ഷിച്ചത് യഹൂദന്മാരുടെ പെസഹ ദിവസമല്ല, അതിന് ഒരു ദിവസം മുമ്പായിരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിൽ കൃത്യമായിട്ടും പുളിപ്പില്ലാത്ത അപ്പമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മലങ്കര സഭയുടെ ആരാധനയിൽ നാം ഉപയോഗിക്കുന്ന പുളിപ്പുള്ള അപ്പമാണ്. യഹൂദന്മാരുടെ പെസഹയാണ് ക്രിസ്തു ഭക്ഷിച്ചതെങ്കിൽ തീർച്ചയായും ആ പാരമ്പര്യം അനുസരിച്ച് വി ആർ ഓൾസോ സപ്പോസ് ടു യൂസ് ദ അൺലെവൻഡ് ബ്രെഡ്. പക്ഷേ ടുഡേ വി ആർ യൂസിങ് ദ ലെവൻഡ് ബ്രെഡ്. പുളിപ്പുള്ള അപ്പമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ പാരമ്പര്യം അനുസരിച്ചാണ് നമ്മുടെ സഭയുടെ ആരാധനയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. യോഹന്നാൻ പറയുന്നു, കാൽവറിയിൽ ക്രിസ്തു യാഗമായത് യഹൂദന്മാർ പെസഹ കഴിച്ച സമയത്താണ്. യഹൂദന്മാരുടെ പെസഹ സമയത്ത് ക്രിസ്തു കാൽവറിയിൽ യാഗമായി മാറി എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ പെരുന്നാളിൽ
നമുക്ക് കിട്ടാനുള്ളത്? വാട്ട് ഇസ് എ ടേക്ക് അവേ ഫ്രം ദിസ് ഫീസ്റ്റ്? നമ്മൾ കഷ്ടപ്പെട്ട് കുറേ നാൾ കൊണ്ട് നോമ്പൊക്കെ നോക്കി ഈ നോമ്പ് അനുഷ്ഠിച്ച് ഇന്ന് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വരുമ്പോൾ വാട്ട് ഇസ് എ ടേക്ക് അവേ? നമുക്ക് എന്താണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടുള്ളത് എന്ന് അല്പസമയം മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് മാറിക്കൊള്ളാം. ഒന്നാമത്, ദിസ് ഇസ് ദ ഫീസ്റ്റ് ഓഫ് ഡെലിവറൻസ്. ഈ പെരുന്നാൾ വിടുതലിൻ്റെ പെരുന്നാളാണ്. എവിടെയൊക്കെയോ നമ്മൾ ആരുടെയൊക്കെയോ കയ്യിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. പഴയ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലം ഈ പെരുന്നാളിനുണ്ട്. പെസഹ പെരുന്നാളിന് അവർ ഫറവോൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ വിടുവിക്കുവാൻ്റെ കൊണ്ടും ദൈവം മോശയെ നിയോഗിച്ച് അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു വിടുതലിലേക്ക് നൂറ്റാണ്ടുകളിലെ അടിമത്തത്തിൽ നിന്നും ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്ക് അവർ മാറിയതിനെ അനുസ്മരിക്കുന്ന പെരുന്നാളാണ് യഹൂദന്മാരെ സംബന്ധിച്ച് പെസഹ പെരുന്നാൾ. നമ്മെ സംബന്ധിച്ചും സാത്താൻ്റെ അടിമയിൽ നിന്നും ഒരു ഡെലിവറൻസ്, ഒരു വിടുതൽ ലഭിക്കുന്ന പെരുന്നാളാണ്. അതുകൊണ്ടാണ് നോമ്പുകാലത്ത് നിർബന്ധമായും ഒരു കുംഭസാരത്തിൻ്റെ, ഒരു ഏറ്റുപറച്ചിലിൻ്റെ, ഒരു കണ്ണുനിറയലിൻ്റെ, അനുതാപത്തിൻ്റെ ഒരു പെരുന്നാളായി നാം അതിനെ കാണുകയും എല്ലാവരും നിർബന്ധമായി വിശുദ്ധ കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കണമെന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കുർബാന സ്വീകരിക്കാൻ്റെ കൊണ്ട് ഒരുക്കമുള്ളവരാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ദിവസം ആർക്കും കുംഭസാരം നടത്തിയിട്ടില്ല. ഇന്നെല്ലാവർക്കും പാപമോചന പ്രാർത്ഥന മാത്രം നടത്തിയാണ് പുരോഹിതൻ ഇന്ന് വിശുദ്ധ കുർബാന നൽകുന്നത്. അത് തന്നെ സൂചിപ്പിക്കുന്നത് വി ആർ എലിജിബിൾ ടു റിസീവ് ദ ഹോളി ബോഡി ആൻഡ് ബ്ലഡ്. നാം അതിന് എലിജിബിളാണ്. കാരണം ഒരു ഡെലിവറൻസ് നമുക്ക് ലഭിച്ചിരിക്കുന്നു ഒരു പഴയ ഒരു അടിമത്തത്തിൽ നിന്നും. ശിലൻ പ്ലീസ്, കുഞ്ഞുങ്ങളൊന്ന് സംസാരിക്കാതിരിക്കാമോ? Can you listen me? So this is the day of deliverance. ഇത് വിടുതലിൻ്റെ ദിവസമാണ്. ആ വിടുതൽ സാധ്യമാകുന്നത് പാപത്തിൻ്റെ അടിമയിൽ നിന്നും നല്ലൊരു കുംഭസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ കൂടിയാണ്. The Gospel of St. John chapter 15 verse 15 പറയുന്നുണ്ട്, I do not call you servants any longer, because the servants does not know what the master is doing. But I have called you friends, because I have made known to you everything that I have heard from Father. രണ്ടാമത് ഈ പെരുന്നാളിലെ പ്രത്യേകത, a feast that upheld the glory of humankind. മനുഷ്യൻ്റെ പദവി ഒന്ന് ഉയർത്തി തന്ന ദിവസമാണ്. കർത്താവ് പറയുകയാണ്, so far you were called as servants. നിങ്ങളെ വേലക്കാർ, ശുശ്രൂഷക്കാരെന്നാണ് ഇതുവരെ വിളിച്ചിരുന്നത്. പക്ഷേ ഫ്രം ടുഡേ ഐ ആം ഗോയിങ് ടു കോൾ യു ആസ് മൈ ഫ്രണ്ട്സ്. ഇന്നു മുതൽ നിങ്ങൾ വേലക്കാരല്ല, മറിച്ച് നിങ്ങൾ സുഹൃത്തുക്കളാണ്. എന്നോടൊപ്പം ഒരിക്കലും യജമാനൻ്റെ കൂടെ വേലക്കാരൻ ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഉണ്ടോ? എവിടെയെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. യജമാനൻ്റെ കൂടെ ഒരിക്കലും ശുശ്രൂഷക്കാരൻ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. യജമാനൻ മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്, ശുശ്രൂഷക്കാരൻ അവിടെ കഴിക്കാറില്ല. പക്ഷേ ഇന്ന് അന്ത്യത്താഴ വേളയിൽ ക്രിസ്തുവാകുന്ന യജമാനനും ശുശ്രൂഷക്കാരായ 11 അപ്പോസ്തലന്മാരും ഒന്നിച്ചിരുന്ന് പെസഹ ഭക്ഷിച്ചു. കാരണം അവരുടെ സ്റ്റാറ്റസിനെ കർത്താവ് ഉയർത്തുകയാണ്. ഇനി നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഇപ്പം സ്നേഹിതന്മാരാകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരിക്കാം. അതുകൊണ്ട് ദിസ് ഈസ് എ ഡേ ദാറ്റ് ഗോഡ് upheld, ജീസസ് ക്രൈസ്റ്റ് upheld അവർ സ്റ്റാറ്റസ് ആസ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ പദവി, നമ്മുടെ മനുഷ്യരാശിയുടെ മുഴുവൻ പദവി ഒന്ന് ഉയർത്തുവാൻ്റെ കവണ്ണം ഒരവസരം ലഭിച്ച ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് നാം ഇനിയും കേവലം അടിമകളല്ല, മറിച്ച് വിമോചനം ലഭിച്ച ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സഹോദരീ സഹോദരന്മാരാണെന്ന് ഈ ഇന്നത്തെ ഈ പെരുന്നാൾ നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് തന്നോടൊപ്പം തന്നെ ഡിന്നർ കഴിക്കാൻ തക്കോണം ക്രിസ്തു അവരെ ക്ഷണിക്കുന്നത്. യജമാനനും അടിമയുമല്ല, മറിച്ച് യജമാനനോടൊപ്പം ഇരിക്കുന്ന സ്നേഹിതന്മാരായി ക്രിസ്തു നമ്മെ ഇന്ന് ഉയർത്തുന്ന ദിവസമാണെന്ന് പ്രത്യേകമായി ഓർക്കുക. മൂന്നാമത്, ശരീരം പോലും പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഉള്ള സ്നേഹത്തിൻ്റെ ഉദാത്തമായ വലിയൊരു മാതൃക
കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഒരു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹമില്ല. അപ്പോൾ അത്രയും വലിയ ഉദാത്തമായ സ്നേഹം, സ്വന്തം ശരീരം ഇത് കഴിക്കുക, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേശപ്പുറത്ത് അപ്പം ഭാഗിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ ശരീരം ആണെന്ന് പറഞ്ഞ് ശരീരത്തിൻ്റെ അംശികളായി മാറ്റുന്നത്. നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്, ഇല്ലേ? നമ്മുടെ രക്തത്തിൽ ചേർന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന് പറയുന്നത് പോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ്റെ രക്തത്തിൽ കൂടി അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുക. നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, അത് മരണശേഷം നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ക്രിസ്തു നമ്മിൽ മറഞ്ഞിരിപ്പുണ്ട്. ഓരോ വിശ്വാസിയിലും ക്രിസ്തു മറഞ്ഞിരിക്കുന്ന അനുഭവം, അത് ഈ പരിശുദ്ധമായ പെസഹായിൽ കൂടി ആ വാഗ്ദാനം കൂടി നമുക്ക് ലഭിച്ച ദിവസമാണ്. പക്ഷേ എപ്പോഴും ഓർക്കുക, ഒരേ മേശയിൽ നിങ്ങളിനിയും എൻ്റെ മുമ്പിൽ സഹോദരന്മാരാണ്, സ്നേഹിതന്മാരാണെന്ന് പറഞ്ഞ് 12 പേരെ വിളിച്ചിരുത്തിയെങ്കിലും 12 പേരിൽ ഒരുത്തന് ഒരേ അപ്പം തന്നെയാണ് കൊടുത്തത്. ഒരേ അപ്പം ഭക്ഷിച്ചിട്ടും ഒരുത്തന് അത് അപമൃത്യുവിന് കാരണമായെങ്കിൽ മറ്റുള്ളവർക്ക് എറ്റേണൽ ലൈഫ്, നിത്യജീവനുള്ള മാർഗമായി മാറി. കഴിച്ചത് ഒരേ അപ്പം തന്നെയാണ്. അപ്പോൾ കഴിക്കുന്നവൻ്റെ വിശുദ്ധി, അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഏറ്റവും പ്രധാനമാണ്. ഇന്ന് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുവാൻ കൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന വിശ്വാസികളായ നമ്മുടെ ഒരുക്കം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യൂദാ കഴിച്ചതും ഒരേ അപ്പം തന്നെയാണ്. പത്രോസും മാർത്തോമാ സ്ലീഹായും ഒക്കെ കഴിച്ചതും ഒരേ അപ്പം തന്നെയാണ്. പക്ഷേ ആ ഒരേ അപ്പം ചിലർക്ക് ലോകത്തിൻ്റെ അറ്റങ്ങളോളം പോയി ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ കൊണ്ടുള്ള ഊർജമായി മാറിയെങ്കിൽ ഒരാൾക്ക് അത് മരണത്തിൻ്റെ താക്കോലായി മാറുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് നാം ഭക്ഷിക്കുന്ന ഈ തിരുശരീരം ഭക്ഷിക്കുവാൻ കൊണ്ടും കടന്നു വരുമ്പോൾ നമ്മെ തന്നെ ഇന്ന് ശോധന ചെയ്യുവാൻ കൊണ്ടും ഇടയാകട്ടെ. ഒരുപക്ഷെ കുമ്പസാരിച്ചിട്ടുണ്ടാകാം, ഏറ്റുപറച്ചിലൊക്കെ നടത്തിയിട്ടുണ്ടാകാം. അത് പൂർണ്ണമായിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ ഒന്ന് കണ്ണ് നിറഞ്ഞ്, തമ്പുരാനെ, ഞാൻ നിന്നെ സ്വീകരിക്കുവാൻ കൊണ്ടും പോകുന്നു, എന്നിൽ നീ മറഞ്ഞിരിക്കണം. അതിന് സാധ്യമാകണമെങ്കിൽ എനിക്ക് യൂദായെ പോലെയുള്ള ഒരു മരണത്തിൻ്റെ താക്കോലായത് മാറാതെ മറ്റു ശിഷ്യന്മാരെ പോലെ നിത്യജീവൻ്റെ ആഹാരമായി പരിശുദ്ധ പിതാക്കന്മാർ അത് തന്നെ പറയുന്നത്. വിശുദ്ധ കുർബാന അത് നിത്യജീവൻ്റെ മെഡിസിൻ, അല്ലെങ്കിൽ അതിൻ്റെ നിത്യജീവൻ്റെ ഔഷധമാണെന്ന് പിതാക്കന്മാർ അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഭക്ഷിക്കുവാൻ കൊണ്ട് നാം ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് അതിനുവേണ്ടി ആത്മാർത്ഥമായി ആ ഒരു ബോധ്യത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ കൊണ്ട് ദൈവം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്നെ സംബന്ധിച്ച് വളരെ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. ഒരുപക്ഷെ ഇന്ന് എനിക്ക് വേണ്ടി അച്ഛനൊരു സാക്രിഫൈസ് നടത്തേണ്ടി വന്നു. കാരണം അപ്പോൾ ഇന്ന് ദിയസ്കോറോസ് തിരുമേനി ഇവിടെ ഉണ്ട്. ഇന്ന് തിരുമേനി മറ്റൊരു പള്ളിയിൽ പോയി. തീർച്ചയായും ആ ഒരു ദിവസം ബഹുമാനപ്പെട്ട ലിജു അച്ഛനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത്. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു അച്ഛനൊരു ത്യാഗം സഹിച്ച് എനിക്ക് അങ്ങനെ ഒരു വിശുദ്ധ ബലിയർപ്പിക്കുവാൻ കൊണ്ടും അവസരം തന്നതിൽ ലിജു അച്ഛനോടും ഈ ഇടവകയുടെ ചുമതലക്കാരെല്ലാവരോടും എനിക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. ഞാൻ ഈ പ്രദേശത്ത് വരാനുള്ള കാരണം എൻ്റെ അനന്തരവനാണ്, നിങ്ങളുടെ മുൻവികാരിയായ ജാക്സ് ജേക്കബ് അച്ഛനാണ്. അച്ഛനാണ് ഇങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് ഒന്ന് വരാനുള്ള ഒരു സാധ്യത തന്നത്. എന്നാൽ ഈ ഒരു ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കാനുള്ള സാധ്യത എന്ന് ബഹുമാനപ്പെട്ട ലിജു അച്ഛനാണ്. എനിക്ക് വലിയ കടപ്പാട് അച്ഛനോടുണ്ട്. അതിനേക്കാൾ ഉപരി ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ളത്, ഇന്ന് എൻ്റെ മകളും ഇവിടെ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ആവശ്യത്തിന് വന്നതാണ്. എന്നാൽ ഇന്ന് അവളും ഈ ആരാധനയിൽ നിങ്ങൾക്ക് വന്ന് സംബന്ധിക്കാനൊക്കെ ഒന്നും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ ചുരുങ്ങിയ 2-3 ദിവസങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് താമസ സൗകര്യമൊക്കെ ഒരുക്കി തന്ന ബോബിയോടും കുടുംബത്തോടും ഒക്കെയുള്ള നന്ദി. ഇടവകയിലെ എല്ലാവരോടും, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ കൂടി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംശികളായി ഇവിടെ അല്ലെങ്കിലും എവിടെയായാലും ആത്മീയ ബന്ധത്തിൽ നിലനിൽക്കുവാൻ്റെ കോണം പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരോടും നന്ദി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.